ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ 26 പേർ മരണപ്പെട്ടു. പിന്നീട് അതിനു മുൻപ് നാം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നത് കണ്ടു. അന്നൊന്നും കണ്ണൂരിലെ മാടായിപ്പാറയിൽ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരെയും കണ്ടില്ല, ഒരു വനിതകളെയും കണ്ടില്ല. പക്ഷേ ഗാസയിൽ എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞ് മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലേക്ക് ഇരച്ചു കയറുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നതും പിന്നീട് ഏതോല്ലാം സംഘടനകൾ, മുസ്ലിം സംഘടനകളെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ധാരണയില്ല. എന്താണ് ഈ ദേവസ്വം ഭൂമിയിൽ സംഭവിച്ചത്? ഈ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ പ്രവർത്തകർ ഇപ്പോഴാണ് കണ്ണു തുറന്നത് അല്ലേ? അതെ. കാരണം പെഹൽഗാമിൽ കണ്ടില്ല, പെഹൽഗാമിൽ കണ്ടില്ല. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു, സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു, സന്യാസിമാരെ അടക്കം ജയിലിലടച്ചു. അപ്പോഴൊന്നും ഉണരാത്ത ഒരു വികാരമാണ് ഈ ഗാസയുടെ പേരും പറഞ്ഞിപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അത് നമ്മുടെ മാധ്യമപ്രവർത്തകർ, നമ്മുടെ മാതൃഭൂമി, മനോരമ തുടങ്ങിയ ചാനലുകളുണ്ട്. അതിലേക്ക് മാധ്യമപ്രവർത്തകരെ കൂടെ ഇരുത്തി പങ്കെടുപ്പിക്കുന്ന ഈ ലിറ്റ്മസ് യുക്തിവാദികളുടെ ഒരു സംഘടന ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് അവർ തെളിവ് സഹിതം പറയുകയാണ് ഈ ഗാസയെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ മുഴുവനും തെറ്റാണ്. ഇത് ഗാസയിൽ കുട്ടികൾ ഇത്ര മരിച്ചു, സ്ത്രീകൾ ഇത്ര മരിച്ചു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വാർത്തകളും ചിത്രങ്ങളും, ഈ കുട്ടികൾ, അതായത് പിഞ്ചു കുട്ടികൾ മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാർത്ത, അതായത് ആശുപത്രികൾ ആക്രമിക്കപ്പെടുന്നു, ആശുപത്രിയിലേക്ക് ബോംബുകൾ വർഷിക്കപ്പെടുന്നു, മിസൈലുകൾ പതിക്കുന്നു, അങ്ങനെ ആ ആശുപത്രിയിൽ പ്രസവിച്ച നവജാത ശിശുക്കൾ വരെ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞു പുറത്തു വന്ന വാർത്തകളെല്ലാം കള്ളമാണ് എന്ന് അവർ തെളിവ് സഹിതം, ഇത് നമുക്കറിയില്ല സത്യം എന്താണെന്ന്, അവർ അത് WHO-യെയും മറ്റ് രാജ്യാന്തര മാധ്യമങ്ങളെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ ഗാസയിൽ നിന്ന് അവിടെ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന വാർത്തകൾ ഇവർ പറയുന്നു അത് ആരോഗ്യ മന്ത്രാലയം പാലസ്തീൻ്റെതല്ല, അത് ഹമാസ് കൊടുക്കുന്ന വാർത്തകളാണ്. ആ വാർത്തകളുടെ ചുവട് പിടിച്ച് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹമാസ് പറയുന്നതാണ്, ഹമാസ് സത്യമല്ല പറയുന്നത്, വലിയ രീതിയിൽ അവർ നുണ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ഈ യുക്തിവാദികളുടെ സംഘടന അവരുടെ അതിൽ പരിപാടിയിൽ അവർ സമർത്ഥിക്കുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകർക്കൊന്നും, ഈ മാധ്യമ സിംഹങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാനില്ലായിരുന്നു. അല്ല, അതവിടെ നിൽക്കട്ടെ. എവിടെയാണെങ്കിലും അക്രമം നടന്നാൽ അത് അംഗീകരിക്കാവുന്നതല്ല. മനുഷ്യക്കുരുതി പാടില്ല. ഇക്കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ സ്വരമായിരിക്കണം. പഹൽഗാമിൽ കൂട്ടക്കുരുതി നടന്നപ്പോൾ കാണാത്തവർ അങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഗാസയിൽ അത് കാണുന്നെങ്കിൽ ആ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, അവർ ആക്രമിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ, അവരുടെ സ്ത്രീകൾ മാനഭംഗത്തിനിരയാകുമ്പോൾ അത് കാണാൻ കഴിയാത്ത, അതിനെക്കുറിച്ച് അറിയാൻ കഴിയാത്തവർ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇറാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ഇത് നടക്കുമ്പോൾ, ഇത് നടന്നു എന്ന് പറഞ്ഞ് അപലപിക്കുന്നത് എന്തോ ബുദ്ധിക്ക് സാരമായ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ, അല്ലാതെ മറ്റൊന്നുമല്ല. വളരെ ഏകപക്ഷീയമായി ചില കാര്യങ്ങളിൽ മാത്രം പ്രതികരണവും മറ്റുള്ളതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഈ മലയാളിയുടെ ഒരു പൊതുവായ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇത് വലിയ ആപത്തിലേക്ക് കേരളത്തെ കൊണ്ട് തള്ളും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്കറിയാം, പണ്ട് ബംഗാളിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരെ എതിർ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ നിഷ്കരുണം കൊല ചെയ്യുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിച്ചതിനൊരു മാധ്യമപ്രവർത്തക നൽകിയ മറുപടി, ഒരു പ്രേക്ഷക ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടി എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന സംഭവമാണ്. അവസാനം അവർക്ക് ആ മാധ്യമപ്രവർത്തകയെ ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. അത്രയ്ക്ക് വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ അതിനെതിരെ ഉയർന്നത്. വളരെ ഏകപക്ഷീയമായിട്ട് ഒരു കൂട്ടർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന അർത്ഥം വരുന്ന തരത്തിൽ മറുപടി പറയുന്നൊരു ശീലം ഇന്ന് മലയാളിക്ക് ഉണ്ടായിരിക്കുന്നു.
അത് മലയാളിയെ കൊണ്ടെത്തിക്കുന്നത് വലിയ നാശത്തിലേക്കാണ്. ഈ മാടായിപ്പാറയിലും സംഭവിച്ചത് അതാണ്. മാടായിപ്പാറ അതൊരു ദേവസ്വം വക ഭൂമിയാണ്, ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണ്. അവിടെ എന്തിനാണ് ഇവർ കടന്നു കയറി ഈ പ്രതിഷേധം നടത്തിയത്? വളരെ വ്യക്തമാണ്, ഒരു വലിയ കലാപം സൃഷ്ടിക്കാനാണ്. മാടായിപ്പാറയിലെ ഇപ്പോൾ അവിടെ അതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ, ദേവസ്വം കമ്മീഷണർ അടക്കമുള്ളവർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. 30ഓളം വനിതാ പ്രവർത്തകർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ 30 പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ആളുടെ പേരൊക്കെ പറഞ്ഞ് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. വകുപ്പ് ഏതൊക്കെയാണ് ചുമത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. ആ വകുപ്പ് തന്നെ ചേർക്കേണ്ടതാണ്. ഇവരെ ജാമ്യമില്ലാത്ത വകുപ്പിൽപ്പെടുത്തി തുറങ്കിലടക്കേണ്ടതാണ്, വിചാരണ നടത്തേണ്ടതാണ്. കാരണം വളരെ കൃത്യമായിട്ട് ഹിന്ദുക്കൾ പരിപാവനമായി കരുതുന്ന ഒരു ക്ഷേത്രഭൂമിയിലേക്ക് ഇവർ ഇരച്ചു കയറി ഗാസയ്ക്ക് അനുകൂലമായി, പാലസ്തീൻ അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി. അവർ മുദ്രാവാക്യം മുഴക്കിക്കോട്ടെ, പക്ഷെ അതിന് തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയി, മോശമായിപ്പോയി. അത് സ്വന്തം ആരാധനാലയങ്ങളിൽ, അതെ, നിങ്ങളുടെ ആരാധനാലയത്തിൽ പോയി മുഴക്കൂ, അല്ലെങ്കിൽ പൊതുനിരത്തുകളിൽ മുഴക്കൂ, ആരും എതിർക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, രാജ്ഭവന്റെ മുന്നിലൊക്കെ എത്ര സമരങ്ങൾ നടക്കുന്നു, ആരെങ്കിലും എതിർക്കുന്നു? ആരും എതിർക്കുന്നില്ല. പിന്നെ എന്തിനാണ് ക്ഷേത്രഭൂമി തിരഞ്ഞെടുത്തത്? ഈ ദേവസ്വത്തിന്റെ ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട്. മാടായിപ്പാറ എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട സ്ഥലമല്ല. അത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അത് ആരുടേതാണെന്നും എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നും ഒക്കെ അറിയാം. ആ ക്ഷേത്രഭൂമിയിലേക്ക് ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ, അത് ഇസ്രയേലിനെതിരെ, നിങ്ങൾക്ക് ഇസ്രയേലിനെതിരെ മുദ്രാവാക്യം വിളിക്കാം. അതിന് സ്ഥലം അമ്പലത്തിൻ്റെ, ക്ഷേത്രത്തിൻ്റെ ഭൂമിയല്ല അതിന് തിരഞ്ഞെടുക്കേണ്ടത്. അത് സത്യത്തിൽ നിങ്ങൾ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. നിയമത്തിൻ്റെ ഉരുക്കുമുഷ്ടി നിങ്ങൾക്ക് നേരെ ഉയരേണ്ടതാണ്. അതിന് വേണ്ടുന്ന ഉചിതമായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് നിയമമനുസരിച്ച് പോലീസ് 153A ഇട്ട് കേസെടുക്കേണ്ടതാണ് ഈ വിഷയം. പോലീസ് ഏത് വകുപ്പിട്ടിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഈ സ്ത്രീകളായതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണ്, വനിതകളായതുകൊണ്ട് ഏത് സ്ഥലത്തും ചെന്ന് കയറി എന്ത് കുഴപ്പവും ഉണ്ടാക്കാമെന്നാണ്. ഈ മാടായിപ്പാറ എന്ന് പറയുന്നത് ക്ഷേത്രഭൂമിയാണെന്നും ദേവസ്വത്തിൻ്റെ കീഴിലാണെന്നും അറിയാത്തവരാണോ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ? അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏതാണ്ട് കുറേ ദിവസങ്ങൾ നീണ്ടുനിന്ന ക്യാമ്പാണ്. ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പരിപാടിക്കിടയിലാണ് ഇവർ വലിയ ബാനറുകളുമൊക്കെ ആയിട്ട്. അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന അതിൻ്റെ പുറകിലുണ്ട്. കൃത്യമായി ബാനറുകളുമൊക്കെ ആയിട്ട് ഈ മാടായിപ്പാറയിൽ കടന്നു കയറുകയും അവിടെ ശരിക്കു പറഞ്ഞാൽ അതിക്രമിച്ച് കിടക്കുകയും അവിടെ ചെന്ന് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. ഇത് സത്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം മറ്റൊരു വിഭാഗത്തിനെ വെല്ലുവിളിക്കുന്ന, മറ്റൊരു വിഭാഗത്തെ പ്രകോപിപ്പിച്ച് അക്രമം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. നിയമപാലകർ അതിശക്തമായ നടപടി ഇതിൽ സ്വീകരിക്കണം. ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. മനുഷ്യൻ്റെ ചോര മണ്ണിൽ വീഴുന്നത് തടയാൻ നിയമപാലകർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് നിങ്ങൾ വിനിയോഗിക്കണം. ഈ പറയുന്ന ഈ നിഷ്ഠൂരമായ, ഈ അപമാനകരമായ പ്രവൃത്തി ചെയ്ത, മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കൽത്തുറങ്കിൽ അടക്കേണ്ടതാണ്, വിചാരണ നടത്തേണ്ടതാണ്, ഉചിതമായ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇത് കേരളത്തെ, സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന കേരളത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കുൽസിതമായ പ്രവൃത്തിയാണ്. ഇത് ഒരു വലിയ ലഹളയ്ക്കുള്ള കോപ്പുകൂട്ടലായിരുന്നു. ആ ലഹളയെ തുടർന്ന് അതിൽ നിന്ന് നേട്ടം കൊയ്യാനുള്ള ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യം പോലും ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മാടായിപ്പാറയിലെ ദേവഭൂമിയിൽ അതിക്രമിച്ച് കയറിയത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അതിന് ഉചിതമായ ശിക്ഷ അവർക്ക് ലഭിച്ചേ മതിയാവുള്ളൂ. ഇത് ഹൈന്ദവ സമൂഹം തീർച്ചയായിട്ടും സമാധാനം കാക്ഷിക്കുന്ന, അങ്ങേയറ്റം സഹിഷ്ണുതയുള്ളവരായതുകൊണ്ടാണ് ഇത് അവർ നിയമത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇത് ഇന്ന് നമ്മളിതിൽ നിന്ന് ചർച്ച ചെയ്യുക ഈ രൂപത്തിലായിരിക്കില്ല. മറിച്ച് കൂട്ടക്കുരുതികളുടെയും ചോര വീണ് നനഞ്ഞ മണ്ണിൻ്റെയും ഒക്കെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടായിരിക്കണം ഇതിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക.
അതിന് ഇടകൊടുക്കാത്തത് ഈ നാട്ടിലെ ഹൈന്ദവ ജനതയുടെ സഹിഷ്ണുതയും സമാധാനം ആഗ്രഹിക്കുന്നതിൻ്റെയും തെളിവാണ്. അതിനെ ഒരുപാട് നിങ്ങൾ കുത്തി നോവിക്കരുത്. അതിൻ്റെ അപകടം വളരെ വലുതാണ്. അത് മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദയവായി രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനം, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സമാധാനം ഇല്ലാതാക്കരുത്. അത് നശിപ്പിക്കാനുള്ള പ്രവൃത്തി എടുക്കാൻ ആരെയും അനുവദിക്കരുത്. നിയമത്തിൻ്റെ കർശനമായ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അത് മാത്രമേ സാധിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.